ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നൊരു വെറൈറ്റി വീടാണ് കേട്ടോ. വെറൈറ്റി എന്ന് ഉദ്ദേശിച്ച് വലിയ സംഭവമൊന്നുമല്ല. അപ്പൊ എന്റെ ലുക്കൊക്കെ കണ്ട ഞാൻ മുടിയെല്ലാം കൂടെ വാരി പൊക്കി കെട്ടി, ചൂട് സഹിക്കാൻ വയ്യ. ഞാൻ കുറെ സൺക്രീം ഒക്കെ വാരി പൊത്തിട്ടാട്ടോ വന്ന്. കാറിലാ പോകുന്ന, എന്നാലും കുറച്ച് പ്രൊട്ടക്ഷൻ ഇരുന്നോട്ടെന്ന് വെച്ചിട്ട് ഭയങ്കര ചൂട്. അപ്പൊ ഞാൻ കാര്യം പറയില്ല. അപ്പൊ നമ്മളിന്ന് പോകുന്ന നമ്മുടെ വീട്ടിലോട്ടാണ്, നമ്മുടെ കിളിക്കുള്ളിലോട്ട് പോവാണ്. അവിടെ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു, നമ്മള് ടൈല് വർക്കെല്ലാം തീർന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു ബാത്റൂമിൽ ഒരു ടൈല് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വീട്ടിൽ പോകുന്ന സമയത്ത് ഞങ്ങളത് മാറ്റി മേടിച്ചോണ്ട് വന്നിട്ടുണ്ട്. ഇനി അതിന്റെ പണികളുള്ളൂ. ബാക്കിയെല്ലാം നമ്മുടെ ടൈല് പണി ഫുൾ ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പൊ ഇനിയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട് വൃത്തിയാക്കണം. ഈ ടൈലിന്റെ പൊടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് വൃത്തിയാക്കണം. അപ്പൊ വൃത്തിയാക്കാനായിട്ട് സാധനം മേടിക്കാൻ വേണ്ടി ചേട്ടൻ പോയതാ. ചേട്ടനും അച്ഛനും ഉണ്ട് കേട്ടോ. ഞങ്ങൾ മൂന്നിനോടാണ് പോകുന്നത്. അപ്പം സാധനം മേടിച്ചിട്ട് ഞങ്ങള് വീട് വൃത്തിയാക്കാനായിട്ട് പോവാ. സാധനം കിട്ടിയില്ലല്ലേ? അപ്പം ഞങ്ങള് നോക്കിയ സാധനം കിട്ടിയില്ല കേട്ടോ. അത് വേറെ ആരോ വാടകയ്ക്ക് എടുത്തോണ്ട് പോയി. പവർ വാഷ് എന്ന് പറഞ്ഞ സംഭവം കേട്ടോ. അത് വേറെ ആരോ മേടിച്ചോണ്ട് പോയി. അപ്പൊ നമുക്ക് വേറെ ഇവിടെ അടുത്ത് വേറെ കടയുണ്ടോ കേട്ടോ? ഓക്കെ, നമുക്ക് വേറെ കടയൊന്നും ഇന്ന് പണിക്കാരുണ്ടോ ഏട്ടാ? നാളെ തൊട്ടാണ് നമുക്ക് കക്കുസുഴി മഴക്കുഴിയുടെ ഒക്കെ കുഴി എടുക്കാനായിട്ട് ഇന്ന് വരുമെന്ന് ഏട്ടാ പറഞ്ഞത്. പക്ഷെ ഇന്നലെ നമ്മുടെ അവിടുത്തെ ഉത്സവമായിരുന്നു. അപ്പൊ അതുകൊണ്ട് പണിക്കാരൊക്കെ അവിടെ ഉത്സവത്തിന്റെ മേളത്തിലൊക്കെ ആയിരുന്നു. ഞങ്ങള് മറ്റേ സംഭവം തപ്പി പോയിട്ട് ഇതുവരെ കിട്ടിയില്ല കേട്ടോ. എന്നിട്ട് ഞങ്ങള് ഇതിന്റെ പേര് ബൂമറും സെന്റർ ഫ്രഷും മേടിച്ചു. അങ്ങനെ നമ്മൾ വിചാരിച്ച് പണി തുടങ്ങിയില്ലെന്നല്ലേ ഏട്ടാ? പക്ഷെ രാവിലെ തുടങ്ങിയിട്ടുണ്ട്. ഇത് എനിക്ക് തോന്നുന്നു വേസ്റ്റ് വെള്ളത്തിന്റെ കുഴിയാണ്. തോന്നുന്നല്ല, വേസ്റ്റ് വെള്ളമാണ് കുഴിയാണ്. നമ്മുടെ കിച്ചണിൽ നിന്നുള്ള വേസ്റ്റ് വെള്ളം പോകുന്ന കുഴിയാണ്. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് നമ്മുടെ കിളിക്കുള്ളിലാണ് ഗായ്സ്. പണിയൊന്നും ആയില്ല ഗായ്സ്, പണി ഇനിയും പെൻഡിങ്ങാണ്. ഇവരൊന്നും ഈ പണി നമ്മളെ കാണിച്ചോണ്ടിരിക്കുന്നത്. നമ്മളിന്ന് വന്നേക്ക് എന്തിനാണെന്നു നമ്മളിവിടെ ഫുൾ ക്ലീൻ ചെയ്യാൻ വന്നേക്കാണ്. ഓക്കെ, അപ്പൊ നമ്മള് ടൈൽസിന്റെ പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. തറയെല്ലാം നമ്മള് നല്ല പ്രഷർ വാഷർ ഉപയോഗിച്ച് കഴുകാൻ വന്നിരിക്കുകയാണ്. നീറ്റ് ആയിട്ട് കഴുകി വൃത്തിയാക്കാം. കാണിച്ച് ഇവിടെ മൊത്തം കുളമായി കിടക്കുന്ന ഗായ്സ്. മൊത്തവും പൊടിയാണ്. കാരണം അതുകൊണ്ട് നമുക്ക് നടക്കുമ്പോഴൊക്കെ ടൈൽ ഒരേ ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് എല്ലാം അടിച്ചു പൊളിച്ച് വൃത്തിയാക്കി കഴുകിയെടുക്കാം. ഗൈസ്, ഞങ്ങളുടെ ടൈല് കണ്ടോ? ഞങ്ങളുടെ ടൈല് തിളങ്ങുന്നുണ്ടോ? ഇത് വെള്ളം കിടക്കുന്നോണ്ടാണ് ഈ കിടക്കുന്നത് കേട്ടോ. ഗ്ലേസിങ് നമ്മള് ഇന്നെല്ലാം തൂത്ത് വൃത്തിയാക്കി കഴുകിക്കൊണ്ടിരിക്കുകയാണ്. കഴുകി ഇറക്കുകയാണ്. അച്ഛനുണ്ട്, ചേട്ടനും പിന്നെ ഞാനുമാണ്. ഞാൻ ചെയ്ത് ക്ഷീണിച്ചിരിക്കുക കേട്ടോ. അപ്പം ചേട്ടൻ ബാക്കി ഏറ്റെടുത്തിരിക്കുക ചെയ്യാനായിട്ട്. സ്പീഡ് പോരാ. ഓ, ഞാൻ ക്ഷീണിച്ചു. നമ്മളിപ്പോ ബാത്റൂമിന്റെ ഓവ് വഴിയായിട്ട് വെള്ളം പുറത്തോട്ട് കളഞ്ഞോണ്ടിരിക്കുന്നത്. എന്താ നമ്മൾ ബീച്ചിലൊക്കെ പോകുമ്പോ വെള്ളം, നല്ല കാലിനകത്ത് വെള്ളം എന്താ ബാത്റൂമിനോട് ഒഴുക്കി ഇട്ടുകൊണ്ടിരിക്കുക. അവിടെ ഓവ് തുറന്നിട്ടുണ്ടല്ലേ ഏട്ടാ ബാക്കിലോട്ട്. ഞാനേ ക്ഷീണിച്ച്, ഞാൻ വേർത്തതാ, നിങ്ങൾ കണ്ടു. ബാക്കി ഇത്രയും ഞാൻ വൃത്തിയാക്കിയത് അല്ലേട്ടാ? അച്ഛൻ തിരിയുന്നു. അയ്യോ, അങ്ങനെ പറയാൻ ചൂല് ചടിക്കുന്നില്ല. അയ്യോ ഗായ്സ്, വേർത്ത് കുളിച്ച് ഒരു പരുവായിട്ടുണ്ട്. നമ്മൾ എത്ര വെള്ളം ചീറ്റിക്കളഞ്ഞിട്ടും ഗായ്സ് വെള്ളം തീരുന്നില്ലല്ലോ ചേട്ടാ. പിന്നെ നമ്മുടെ ഇഷ്ടം പോലാണ് വെള്ളം. വെള്ളം വരുന്ന. അങ്ങനെ ഞങ്ങൾ അവിടെ വൃത്തിയെല്ലാം ആക്കി കഴിഞ്ഞ് നമ്മൾ ഒരുപാട് ക്ഷീണിച്ച് തിരിച്ച് നമ്മൾ വീട്ടിലോട്ട് പോയി. പിന്നെ നമ്മൾ അവിടെ കുഴി കുഴിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞ ആളെ ആക്കിയായിരുന്നു, മഴവെള്ള കുഴിയെ കുഴിക്കാൻ വേണ്ടി. അപ്പം 2 ദിവസം ആയപ്പോഴത്തേക്ക് അവർ കുഴിയെല്ലാം കുറച്ച് കുഴിച്ചിട്ട് അതിൻ്റെ പടമെല്ലാം കെട്ടിയായിരുന്നു. അപ്പോൾ അത് നോക്കാൻ വേണ്ടി ഞാൻ തിരിച്ച് പിന്നെയും പോയായിരുന്നു. അപ്പോൾ മഴവെള്ള കുഴി കുഴിച്ചായിരുന്നു, കക്കൂസിൻ്റെ കുഴി, കക്കൂസിൻ്റെ വേസ്റ്റ് വെള്ളം പോണത്, പിന്നെ കിച്ചൻ്റെ വേസ്റ്റ് വെള്ളം പോണത്, അങ്ങനെ 4 കുഴി കുഴിച്ചായിരുന്നു.
പിന്നെ അതിൻ്റെയൊക്കെ അകത്ത് ഉറയിടാൻ വേണ്ടി പറഞ്ഞായിരുന്നു കുഴിക്കുന്നവർ. അപ്പം ഉറയ്ക്ക് അത്രയ്ക്ക് സ്ട്രോങ് അല്ലാത്തതുകൊണ്ട് നമ്മൾ ഈ വളഞ്ഞ താവ് കൊണ്ട് മറ്റേ കിണറിൻ്റെയൊക്കെ ഇത് കിട്ടുന്നത്. അപ്പോൾ അത് ഇറക്കിയാണ് ഇതിൻ്റെ ഉൾവശം കെട്ടിയത് കേട്ടോ. ഇതാകുമ്പോൾ സ്ട്രോങ് ആയിരിക്കും. മാത്രമല്ല നമ്മളെ കാർപൂർ ചേരി ഇതായതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്തത്. അങ്ങനെ അവർ ആ പണിയൊക്കെ നീറ്റായിട്ട് ചെയ്തു. സത്യം പറഞ്ഞാൽ 4 കുഴിയുണ്ട്. 4 കുഴി കൂടാതെ കിണറുമുണ്ട്. സത്യം പറഞ്ഞാൽ വീടിന് ചുറ്റും കുഴി തന്നെ ഫുള്ള്. അങ്ങനെ പിന്നെ ഞാൻ ചോദിച്ചതിൻ്റെ താഴ്ചയൊക്കെ. അപ്പം കക്കൂസിൻ്റെ കുഴി 8 കോല അവർ പറയുന്നത്. ബാക്കിയുള്ള 3 കുഴിയും അവർ 5 അടിയാണ് പറയുന്നത്. അപ്പം വീഡിയോ കാണുന്ന എല്ലാവരും നിങ്ങളുടെയൊക്കെ ഏരിയയിലും ഇങ്ങനെയൊക്കെയാണെന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഞാൻ കെട്ടിൽ നിറച്ചും വെള്ളം ഒഴിച്ചായിരുന്നു. പിന്നെ നമ്മുടെ ഈ 4 കുഴി കഴിഞ്ഞിട്ട് വേണം പിന്നെ കിണർ കുത്താനുള്ളത്. അപ്പം നമ്മുടെ ഇന്നത്തെ ഇവിടെ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും ബൈ.